മുൻകൂർ ജാമ്യത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയെ സമീപിക്കും എന്നുള്ളതാണ്. അങ്ങനെ നിയമപരമായി തന്നെ നേരിടാൻ പോകുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതാണ്. മുൻകൂർ ജാമ്യത്തിന് കോടതിയെ ശ്രമിക്കുമെന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ 24 പുറത്തുവിടുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ എവിടെയാണ് എന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ നിയമപരമായി എന്താണ് അടുത്ത നടപടി ചെയ്യേണ്ടത് എന്നതിന്റെ കൂടിയാലോചനകളിലാകാം അദ്ദേഹം എന്നാണ് നമ്മൾ കരുതുന്നത്. മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കും. കാരണം വളരെ വേഗം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് തുടർ നടപടികൾ ഉണ്ടാകും എന്നതിന്റെ സൂചനകൾ വരുന്ന ഘട്ടത്തിലാണ് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി നേരത്തെ ഈ പരാതി ഇല്ലാന്നായിരുന്നല്ലോ നമ്മൾ പറഞ്ഞത്. അതെ, പരാതി ഉണ്ടെങ്കിൽ, പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിയമപരമായ കാര്യങ്ങൾ നടക്കട്ടെ. ഞങ്ങൾ നിയമപരമായ ഒരു പ്രൊസീജിയറിനെ തടസ്സപ്പെടുത്താൻ പോകുന്നില്ല. നിയമപരമായ കാര്യങ്ങൾ നടക്കട്ടെ. സർക്കാർ പരാതിക്കനുസരിച്ച് നിയമപരമായി കാര്യങ്ങൾ നടക്കട്ടെ. ബാക്കി പ്രതികരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടിയായിട്ട് ആലോചിച്ചിട്ട് പറയാം. നിയമപരമായ കാര്യങ്ങൾ നടക്കട്ടെ. നിയമപരമായി കാര്യങ്ങൾ നടക്കട്ടെ, തങ്ങൾ ഒന്നിനെയും തടസ്സപ്പെടുത്താനില്ല എന്നതാണ് ഷാഫി പറമ്പിലിന്റെ പ്രതികരണം. എന്നാൽ MLA സ്ഥാനത്ത് രാജിവെക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ടല്ലോ എന്നുള്ള ചോദ്യത്തിനോട് പ്രതികരിക്കാൻ ഷാഫി പറമ്പിൽ തയ്യാറായിട്ടില്ല എന്നതാണ്. ഒന്നിനും തങ്ങൾ തടസ്സം നിൽക്കില്ല എന്ന് പറയുന്നു. അതിനിടെയാണ് മുൻകൂർ ജാമ്യത്തിന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭാഗത്തു നിന്ന് ശ്രമം നടക്കുന്നു എന്നുള്ളതാണ്. അറസ്റ്റ് ഉടൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമങ്ങളുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്. ശ്രീജിത്ത് ആ വാർത്തയുടെ വിശദാംശങ്ങളുമായുണ്ട്. ശ്രീജിത്ത്, അങ്ങനെ നിയമപരമായി തന്നെ നേരിടും എന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ആ തരത്തിലേക്ക് തന്നെ അദ്ദേഹം നീങ്ങുകയാണ്. അനുജ, നേരത്തെ ലൈംഗികാരോപണവുമായി ബന്ധപ്പെട്ട ശബ്ദ സന്ദേശങ്ങളും മറ്റ് തെളിവുകളും പുറത്തു വന്നപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരം ഈ പരാതികൾ പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ പരാതികൾ വരുമെന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് അന്ന് തന്നെ മുൻകൂർ ജാമ്യത്തിനും മറ്റുമുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഈ പരാതി വരുമെന്ന കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനും അദ്ദേഹത്തോട് അടുപ്പമുള്ളവർക്കും ബോധ്യമുണ്ടായിരുന്നെന്ന വിവരമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. കാരണം പരാതിക്കാരിയെ രാഹുൽ മാങ്കൂട്ടത്തിലോ അദ്ദേഹത്തിന്റെ പിന്തുണക്കാരോ നിരീക്ഷിക്കുന്നുണ്ടോ എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ പരാതി ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സമാന്തരമായി തന്നെ ഈ കാര്യത്തിൽ ഇത്തരം നിയമപരമായ നടപടികളിലേക്ക് നീങ്ങുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പരാതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ ഇടാനുള്ള കാരണവും അതുതന്നെയാണ്. ഈ നീക്കങ്ങളൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും നിരീക്ഷിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പരാതിയെ നിയമപരമായി നേരിടാൻ പോകുന്നു. ഇതിന്റെ ഭാഗമായി മുൻകൂർ ജാമ്യത്തിനുള്ള അപേക്ഷയും മറ്റും കോടതിയിൽ നൽകാനുള്ള നീക്കങ്ങളുണ്ട്. അത്തരം തയ്യാറെടുപ്പുകൾ വളരെ സജീവമായി രാഹുൽ മാങ്കൂട്ടത്തിലെ ക്യാമ്പിൽ നടക്കുന്നുണ്ട്. രാഹുൽ ഇട്ട പോസ്റ്റിന് സമൂഹ മാധ്യമങ്ങൾ വലിയ തോതിലുള്ള പിന്തുണ വരുന്നതും അതും ആസൂത്രിതമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിന്റെ ഭാഗമാണെന്ന് കരുതുന്നു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കണം എന്ന ആവശ്യം കോൺഗ്രസിന് മുന്നിലേക്ക് വരികയാണ്. നിലവിൽ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് സസ്പെൻഷനിലാണ്. പരാതിയുടെ ഗൗരവം വർദ്ധിക്കുന്ന മുറയ്ക്ക് ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കാമെന്ന ധാരണയാണ് രാഹുലിനെ സസ്പെൻഡ് ചെയ്യുന്ന ഘട്ടത്തിൽ കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്നത്. എന്നാൽ ഇനി അക്കാര്യത്തിൽ അമാന്തം പാടില്ല. രാഹുലിനെ പാർട്ടിക്ക് പുറത്താക്കണം. രാഹുൽ സജീവമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും മറ്റും ഇടപെടുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യും, മുന്നണിയുടെ സാധ്യതകളെ ബാധിക്കും എന്ന തരത്തിലുള്ള ആശങ്ക നേതാക്കൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നാൽ നേതൃത്വത്തിലെ ഒരു വലിയ വിഭാഗത്തിന് ഇത് തിരിച്ചടിയാകില്ല എന്ന ആത്മവിശ്വാസവുമുണ്ട്. അവരൊക്കെ രാഹുലിനെ പരോക്ഷമായി പിന്തുണയ്ക്കുന്നവർ കൂടിയാണ് എന്നതാണ് വസ്തുത. പക്ഷേ ആ തരത്തിലേക്ക് ശ്രീജിത്ത് ഇപ്പോൾ വന്ന പ്രതികരണങ്ങളിൽ കെ മുരളീധരൻ മാത്രമാണ് ഒരു തുടർ നടപടിയെക്കുറിച്ചുള്ള സൂചന നൽകുന്നത്. ബാക്കി KPCC അധ്യക്ഷനാകട്ടെ, UDF കൺവീനർ ആകട്ടെ, ദീപാദാസ് മുൻഷി ആകട്ടെ, അവരൊക്കെ പറഞ്ഞത് ഇതിനോടകം തന്നെ നടപടി കൈക്കൊണ്ടതാണല്ലോ എന്ന്. അതിൽ ഒരു പടി കൂടി കടന്നുകൊണ്ടാണ് അടൂർ പ്രകാശിന്റെ പ്രതികരണം. ഇതൊരു കള്ളക്കേസാകാനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയില്ല എന്ന് പറയുന്ന നേതാക്കളെയാണ് നമ്മൾ കാണുന്നത്. ശ്രീജിത്ത്, അനുജ, കേസ് നിയമപരമായി കോടതിയിലും മറ്റും എത്തിയാൽ നിലനിൽക്കില്ല എന്ന ഒരു വികാരം അല്ലെങ്കിൽ എന്നൊരു വിലയിരുത്തൽ കോൺഗ്രസ് നേതാക്കൾക്ക് പൊതുവേ ഉണ്ട്. അതാണ് അടൂർ പ്രകാശിന്റെയും മറ്റും പ്രതികരണങ്ങളിലൂടെ വ്യക്തമാകുന്നത്. എന്നാൽ ഇത് സമൂഹത്തിലുണ്ടാക്കുന്ന വലിയ ചർച്ച, കോൺഗ്രസ് ഉന്നയിക്കുന്ന വിഷയങ്ങൾ ഈ ചർച്ചകൾക്ക് മുകളിലേക്ക് അതിനെല്ലാം മറികടന്ന് ഈ ലൈംഗികാരോപണ പരാതി ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി പൊതുമണ്ഡലത്തിൽ മാറും. അതെല്ലാം തെരഞ്ഞെടുപ്പിന്റെ സാധ്യതകളെ, പാർട്ടിയുടെ മുന്നണിയുടെ ഉടുപ്പിലിനെ ബാധിക്കുമോ എന്ന ആശങ്കയുണ്ട്. എന്നാൽ സമീപകാലത്തെ സുപ്രീം കോടതി ഈ ലൈംഗിക ആരോപണ പരാതികളുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച വിധിന്യായങ്ങളും മറ്റും രാഹുലിന് അനുകൂലമായി മാറും. അതുകൊണ്ട് തന്നെ ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധത്തിൽ പിന്നീട് ഉലച്ചിലുണ്ടായാൽ അതിനെ ഒരു പരാതിയുടെ രൂപത്തിൽ വന്നാൽ അത് നിയമപരമായി നിലനിൽക്കില്ല എന്ന ആത്മവിശ്വാസമാണ് രാഹുലും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന നേതാക്കളുമൊക്കെ പ്രകടിപ്പിക്കുന്നത്. എന്നാൽ അവരൊക്കെ ഒരു പരസ്യ പ്രതികരണത്തിന് ഈ ഘട്ടത്തിൽ വരുന്നില്ലെന്ന് മാത്രം. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യത്തിനടക്കം നീങ്ങുമ്പോൾ കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു നിലപാട് പ്രതീക്ഷിക്കുന്നു. അത്തരം നിയമപരമായ സംവിധാനങ്ങളെ ആശ്രയിച്ച്
ആശ്രയിച്ച് മുന്നോട്ട് നീങ്ങാനുള്ള പിന്തുണയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് നൽകുന്നത്. എന്തായാലും പരാതിക്കാരിയെ പരസ്യമായി തള്ളിപ്പറയാനില്ലെങ്കിൽ കൂടി ഈ പരാതി രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന ആക്ഷേപം കൂടി കോൺഗ്രസ് നേതാക്കൾ അവരുടെ സ്വകാര്യ സംഭാഷണത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാലും ഈ കാര്യത്തിൽ രാഹുലിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുന്നവരും പാർട്ടിക്കകത്തുണ്ട്. രാഹുലിനെ പുറത്താക്കിയാൽ പിന്നീട് രാഹുലിന് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് രാഹുലുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന കാര്യങ്ങൾക്കൊന്നും പാർട്ടി മറുപടി പറയേണ്ടി വരില്ലല്ലോ എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.